ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം. ഒന്ന്, മൃദുഭാവി ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവി DGP. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും മാത്രം ശരി. ഒന്ന്, ബക്രാനംഗൽ സത്ലജ്. രണ്ട്, ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് മാത്രം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. 5, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. 1, 2, 3 എന്നിവ രാജാറാം മോഹൻ റോയുടെ രചനകളാണ്. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവഹിദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 2, 3 മാത്രം. 2, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസ്ഥ യോഗ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ 1 മാത്രം. 2, 3, 4 എന്നിവ ശരിയാണ്. നാറ്റോ, ബ്രസൽസ്, ഗ്രീൻ പീസ്, ആംസ്റ്റർഡാം, ഇന്റർപോൾ, ലിയോൺ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഓപ്ഷൻ ഡി നമച്ചബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി പരീവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ കസാൻ, റഷ്യ. ഗൂർ, കണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? PSC ക്യാൻസൽഡ് ആണ്. 20, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി 2010.
ലെഞ്ചിബിൾ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി രണ്ടു മാത്രം. 1, 3 എന്നിവ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി നവമഞ്ജരി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി ധൊളാവിര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബെസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1 മാത്രം. 2, 3 ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. 28 പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി. 29 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ ബി തെലുങ്കാന. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനുള്ള അവകാശം 23 മുതൽ 24 വരെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതല്ല? ഓപ്ഷൻ ഡി ഇവയെല്ലാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുക, സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കുക. 34 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. 35 താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. 1 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ ബി സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി വേമ്പനാട്ടു കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം? ഓപ്ഷൻ ബി ബുദ്ധമയൂരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കബനി. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം? ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ്? ഓപ്ഷൻ സി വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി രാമനാട്ടം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ ഡി
മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ചിങ്ങം 1. കായംകുള താപവൈദ്യുതി നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ്? ഓപ്ഷൻ ബി നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ ബി നീണ്ടകര. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1 ഉം 4 ഉം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി ആയിരുന്നു. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ നിഹോൻ ഹിഡാൻക്യു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? ഓപ്ഷൻ ബി കാരിച്ചൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ജാതി പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി? ഓപ്ഷൻ ഡി അക്കമ്മ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി? ഓപ്ഷൻ ബി കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഒവ്യൂൾ വിത്താകുന്നു. എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന് ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ലിപ്പേസ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി തെറ്റാണ്. എ, സി, ഡി എന്നിവ ശരിയാണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണം കുറയും. 67 രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. 1 എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. 68 ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഓപ്ഷൻ സി ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ? ഓപ്ഷൻ ബി അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്? ഓപ്ഷൻ സി ബേക്കലൈറ്റ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ഏണസ്റ്റ് റൂദർഫോർഡ്. LPGയിലെ മുഖ്യ ഘടകം? PSC ക്യാൻസൈഡ് ആണ്. 76 പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക്? ഓപ്ഷൻ ഡി ത്വരണം.
ബലത്തിന്റെ യൂണിറ്റ് ഓപ്ഷൻ ബി ന്യൂട്ടൺ. ഒരു വസ്തുവിന്റെ അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഓപ്ഷൻ ബി ഗതികോർജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഓപ്ഷൻ എ അൾട്രാസോണിക്.